സ്വപ്നം കൊണ്ട് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുമ്പം യു ആർ സീയിങ് ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പം കുറച്ച് വിഷമമുണ്ട്. ഇപ്പോൾ 2 വയസ്സുള്ള ചെറിയ പെൺകുട്ടീനെയും ആൾക്കാർ നോക്കുന്നുണ്ട്, 90 വയസ്സുള്ള ആൾക്കാരെയും റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ ഉടുപ്പിട്ടിട്ടാണോ അതൊക്കെ നോക്കുന്നത്? ഒരു പെണ്ണിനോട് എത്രയാ വിലയെന്ന് ചോദിക്കുന്ന തരം അധപ്പതിച്ച കമന്റ്സുകളാണ് നിങ്ങളെപ്പോലെ ന്യൂ കമേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി കിട്ടുമോ? ഞാനും ഒന്ന് സിനിമ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് മക്കളുണ്ടോ? നിങ്ങൾ സിസേറിയൻ ആയിരുന്നോ അതോ ഓപ്പറേഷൻ ആയിരുന്നോ? ഡെലിവറി സമയത്ത് വയറിലൊരു പാട് കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചോ. സിനിമയിൽ അഭിനയിക്കാൻ നീയൊക്കെ എന്തും ചെയ്യും. നമ്മൾ പണിയെടുക്കും, നല്ലപോലെ പണിയെടുക്കും, അതാണ് ചെയ്യാറ്. ചേച്ചിയുടെ വട സൂപ്പർ. കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ടാണല്ലോ നമുക്ക്. ഇത് മുംബൈയിലോ വേറെ എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളല്ലേ, നമ്മൾ മലയാളീസ് അല്ലേ. എൻ്റെ സ്വപ്നം നിന്നെ, ബാക്കി ഞാൻ പറയണില്ല. അങ്ങനത്തെ കുറച്ച് കമൻസ്. പെണ്ണിനെ ഇപ്പോഴും ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റൈസ് ചെയ്യുന്ന ഒരു കൈൻഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി വേദന തരുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇതിൽ മാത്രമേ നമ്മൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഫ്രണ്ടോ മാനേജറോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഇരുത്താം. ഇതിൽ ഒരു ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു രീതിയിലാണ് അവർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനും രാജലക്ഷ്മിയും അനുപേട്ടനും കൂടെ നടന്നു വരുന്ന ഒരു വീഡിയോ, ഇത് വെച്ചിട്ടാണ് ഈ ലെവലിൽ വരെ പോയിരിക്കുന്നത്. ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമ, അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം അംഗീകരിച്ചില്ലെങ്കിലും അതിനെ ഇങ്ങനെ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ മതി. ബോളിവുഡിലോ ഹോളിവുഡിലോ ആൾക്കാർ ചെയ്ത ഒരു പ്രശ്നമില്ല. അതേ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇവർ പോയി ഇരുന്ന് തിയേറ്ററിൽ പോയി കൈയടിച്ചിരുന്നു. ഇത്രയും പറഞ്ഞാലും വിഷമം കൊണ്ട് പറഞ്ഞാണ്. ഒരു ചെറിയ വിഷമം ഇപ്പോഴും ഉണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച് വന്നതാണ്. മലയാളി ഓഡിയൻസ് വളരെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിക്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ ചെക്ക്മേറ്റ് എന്നൊരു പുതിയ സിനിമ വരുന്നു. ഒപ്പം പുതിയ 2 നായികമാർ കൂടി മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണ്. രാജലക്ഷ്മി ആൻഡ് രേഖ, വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ഹായ്, എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ എന്താണ് ചെക്ക്മേറ്റിൻ്റെ വിശേഷം? ഇപ്പോൾ നിങ്ങൾ കുറേ പ്രൊമോഷൻ വർക്ക്സിലൊക്കെ ആണല്ലോ. സോ ഹൗ ഡു യു ഫീൽ നൗ? ഫീൽ സോ ഗുഡ്. ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ചെക്ക്മേറ്റ് സിനിമയെ പറ്റി നമ്മളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഫീൽസ് വെരി ഗുഡ്. ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ നമ്മൾ നേരിട്ട് കാണുമ്പം ഇറ്റ്സ് വെരി നൈസ്. എല്ലാവരും കേരളത്തിൽ വന്നതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. ഓഗസ്റ്റ് 8 റിലീസ്. സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. നമ്മളൊരു മ്യൂസിക് ഓഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂവി. അപ്പോൾ വി ആർ എക്സ്പെക്ടിങ് ദ മലയാളി ഓഡിയൻസ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ട്രെയിലർ എനിക്ക് തോന്നുന്നു അബൌട്ട് ടു റിലീസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിൻ്റെ എഡിറ്റിങ്ങിലാണെങ്കിലും അതിൻ്റെ കളർ ടോണിലാണെങ്കിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്താണ് അതിൽ ഇപ്പോൾ രതീഷ് എന്നൊരു സംവിധായകൻ, അദ്ദേഹമായിട്ടുള്ളൊരു കൊളാബറേഷൻ, അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് നിങ്ങളുടെ ഒരു വരവ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് വരാമെന്ന് വെച്ചാൽ അതൊരു ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ഷോർട്ട്. ഷോർട്ടായിട്ട് പറയാം. ഇൻഫാക്ട് എനിക്ക് വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സിനിമയിലേക്ക് വരണം എന്നുള്ളത്. സോ അത് അമേരിക്കയിൽ പോയി നമുക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. എൻ്റെ 1/2 ഓഫ് മൈ ലൈഫ്. എൻ്റെ 2nd ഹാഫ് ഓഫ് മൈ ലൈഫ് ഐ തോട്ട് എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന്. സോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പഠിക്കണം, കല്യാണം കഴിക്കണം, നല്ല ജോലിയിൽ കയറണം, കുട്ടികളുണ്ടാവണം. സോ അത് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2nd ഹാഫ് ഓഫ് മൈ ലൈഫ് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, വിച്ച് ഇസ് ലൈക്ക് എൻ്റെ പാഷൻ, എൻ്റെ ഡ്രീം, വിച്ച് വാസ് ചെറുതിലേ തൊട്ട് സ്വപ്നത്തിൽ എല്ലാം എപ്പോഴും ഉള്ള ഒരു കാര്യം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. സോ അതിനൊരു ചാൻസ് കിട്ടി. ഓഫ് കോഴ്സ് രതീഷ് ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ബിക്കോസ് രതീഷിന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിനൊരു വഴി ഉണ്ടായിരിക്കില്ല. സോ ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് അമേരിക്കയിലുള്ളതുകൊണ്ട്. സോ അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇതിലേക്കുള്ള. ഞാൻ രതീഷ് കുറച്ച് ഈസ് വെരി ടാലൻറ്റഡ്. ആൻഡ് ഒരു കാര്യം മാത്രമല്ല, ലൈക്ക് ആസ് യു ഹവ് സീൻ, he's done the screenplay, music, editing, direction. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇത് നിങ്ങളൊന്നും കാണാത്ത, സ്ക്രീനിൽ കാണാത്ത, പിന്നെ നമ്മുടെ ആക്ടിങ് കോച്ചായിട്ട് ഹീസ് ഗിവൻ us 8 months of workshops. ഡബ്ബിങ്, ഹീസ് എ സൗണ്ട് ഗൈ. സോ ഡബ്ബിങ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി 4 months എടുത്തിട്ടുണ്ട് ഇത് ഡബ് ചെയ്യാൻ, ജസ്റ്റ് ടു മേക്ക് ഷുവർ എവറി ക്യാരക്ടറിൻ്റെ എല്ലാ നുവാൻസസ് കം ഔട്ട് വെൽ. അപ്പോൾ ഒത്തിരി ഫോക്കസ് ചെയ്ത്, ഹീസ് എ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ അത്രയും ഇതായിട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് വി ഫീൽ അതിൻ്റെ ഗുണം നിങ്ങൾ കാണും. എഡിറ്റിംഗ് ആണെങ്കിലും
ഓരോ ഷോട്ട്സ് റിവ്യൂ ചെയ്യാൻ നമ്മുടെ ടീമിൽ സൗമ്യ ബാല പറഞ്ഞ് ബാക്ക് ഇൻ കേരള ബാക്ക് ഇൻ US. അപ്പോൾ അവർ ഓരോ ഷോട്ട് നോക്കിയിട്ട് ഓരോ ആംഗിൾസ് വെച്ചിട്ട് ഒത്തിരി വർക്ക് ചെയ്തൊരു സിനിമയാണ്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കുറേ ഇൻസ്പിറേഷൻ ഫ്രം ഹോളിവുഡ് ഉണ്ട്, വിച്ച് അഗൈൻ മലയാളീസ് ഒത്തിരി ഹോളിവുഡ് സിനിമാസ് കാണും. സോ അൺലൈക്ക് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഐ തിങ്ക് മലയാളീസ് ആർ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ വെരി ലിറ്ററേറ്റ്. സെക്കൻഡ്ലി അവർ കൊറിയൻ മൂവീസ് ആണെങ്കിലും ഹോളിവുഡ് മൂവീസ് ആണെങ്കിലും ദേ സീ എവറിത്തിങ്. ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡഡ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇൻ ദിസ് ഫാക്ട്. സോ വി ഫീൽ ഈ ഒരു മൂവി വിൽ ബി അക്സെപ്റ്റഡ് ബിക്കോസ് ഒരു അമേരിക്കൻ സ്റ്റൈലിൽ ഒരു മലയാളം സിനിമയാണ്. ഗ്രേറ്റ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, ഈ അനൂപ് മേനോൻ എന്നൊരു ഫാക്ടർ ഇതിലുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു റൈറ്ററാണ്, ഒരു ഡയറക്ടറാണ്, ഒരു ലിറിക്സിസ്റ്റ് ആണ്, അങ്ങനെ പല വിഭിന്നമായ മേഖലകളിൽ കൈതൊട്ട ഒരു ആശാനാണ് നമ്മുടെ മലയാള സിനിമയുടെ. സോ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു പുതുമുഖ നടി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ന്യൂക്കമ്മ വരുമ്പോൾ അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനുവേട്ടൻ ഇസ് എ ബ്രീസ് ടു വർക്ക് വിത്ത്. നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ എല്ലാ കാരണം വി വർ എ ലിറ്റിൽ വറഡ്. പുള്ളി വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇൻട്രാക്ഷൻസ്, നമ്മളെല്ലാം പുതിയ ആർട്ടിസ്റ്റാണ്, ഹീസ് സോ എക്സ്പീരിയൻസ്ഡ്. പക്ഷേ ഹി വാസ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഫ്രണ്ട്ലി, എക്സ്ട്രീംലി അപ്രോച്ചബിൾ. അപ്പോൾ നമുക്ക് ടിപ്സ് തരാനാണെങ്കിലും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, കുറച്ച് ചെയ്താൽ മതി, അങ്ങനെ. ആൻഡ് ഹി വാസ് എ ഫ്രണ്ട് മോർ ദൻ എനിത്തിങ്. ബൈ ദി എൻഡ് ഓഫ് ഇറ്റ് നമുക്കൊരു ഫാമിലി മെമ്പർ പോലെ തന്നെ ആയി. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അനുപേട്ടൻ. ആൻഡ് ഓൾസോ ഫ്രം എ വിമൻ പെർസ്പെക്റ്റീവ് സിനിമ ഇതിനെപ്പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറച്ചൊരു ബാഡ് നെയിം ഉണ്ട് ഓഫ് വിമൻ ഒരു സേഫ് പ്ലേസ് അല്ല എന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അനുപേട്ടൻ വാസ് സോ ഡീസൻറ്റ്, ഒരു ബ്രദറിനെ പോലെ തന്നെ കൂടെ നിന്ന് ലൈക്ക് നമുക്കില്ല ആ ഹോൾ ബാഡ് തോട്ട്സ് എല്ലാം മാറി അബൌട്ട് ദ ഇൻഡസ്ട്രി. നമ്മൾ ഓൾറെഡി തിങ്ക് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചേഞ്ച് ഉണ്ടായില്ലേ? ഇപ്പോൾ അനൂപേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഗ്രാൻഡ് ഹയത്തിൽ വെച്ചൊരു ഓഡിയോ ലോഞ്ച് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു ആ സമയത്ത് ആക്ച്വലി. അപ്പോൾ അനൂപ് മേനോനാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ പുതിയ നായികമാരാണെന്ന് പറഞ്ഞിട്ട് മലയാള സിനിമ ലോകത്തിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, ആ സമയത്ത് അത് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും പുതിയ 2 നായികമാർ വരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം ചില പർട്ടിക്കുലർ ആശയം ഉള്ള ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ നെഗറ്റീവ് ചിന്താഗതിയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ താഴെ വന്ന ചില കമൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചു. സോ അത് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു. സോ അതാണ്, നിങ്ങളത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആ സംഭവം? അതെ, കമൻസ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്പീക്കിംഗ് അത് നോക്കില്ല കാണില്ല എന്നൊക്കെ ആണെങ്കിലും ഞാനൊരു സാധാരണമായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് എൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എനിക്ക് അതെല്ലാം അത്രയും ഒരു എക്സ്പെക്റ്റേഷനും അത്രയും ഒരു ഹൈ ഹോപ്സും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ നമ്മളെ നല്ലപോലെ സ്വീകരിക്കുമായിരിക്കും, നമുക്ക് നോക്കാം, അത്രയും ഒരു ആൻറ്റിസിപ്പേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ നോക്കുന്നത്. കമൻസ് കാണുമ്പം നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. സോ നല്ലത് കാണുമ്പം മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ട്, ചീത്ത കാണുമ്പം ഇത്രയും തരം താഴ്ന്ന ആൾക്കാർ എന്തിനാണ് നമ്മൾ ഒരു പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് നമ്മളെ 2 പേരെയും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ ആൾക്കാർ ശരിക്കും സ്വീകരിക്കും. ബിക്കോസ് മലയാളീസ് അത്രയും ലിറ്ററേറ്റ് ആണ്, അവർ അത്രയും നല്ല മനസ്സുള്ളവരാണെന്ന് എനിക്ക് ഉണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില ആൾക്കാർ അവർ എഴുതിയ കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു ഹേർട്ട്ഫുള്ളാണ്, വേദനിപ്പിക്കുന്ന കാര്യമാണ്. അത് അവരെന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. സോ അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ എഴുതിയെന്നുള്ളത് എനിക്കത് അതിൻ്റെ ഇൻഡെപ്ത് നോളജ് എനിക്കില്ല. പക്ഷെ എഴുതിയ കമൻസ് ഇസ് ലൈക്ക് വെരി ഹേർട്ട്ഫുൾ. അത് ഇഷ്ടംപോലെ ഇങ്ങനെ കാണുന്നുണ്ട്, നല്ലതുണ്ട്. അതിൽ പെൺകുട്ടികളും അതിൻ്റെ കൂട്ടത്തിൽ കമൻസ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ കൻ നോട്ട് അഗ്രി. ബിക്കോസ് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആണുങ്ങൾ വായിൽ തുറന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും എന്നുള്ളൊരു സ്റ്റേജ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്, ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒരു റീൽ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ താഴെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ കമൻസ് കാണുന്നത്. ഐ ഡോണ്ട് നോ, ഇത് എന്നെ നേരിട്ട് കാണുമ്പം എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഇവർ നേരിട്ട് ഇങ്ങനെ പറയുമെന്ന്. പക്ഷേ ഇവർ ഈ മേ ബി ദ ലൈസൻസ് ഒരു ഹൈവേയിൽ ഒരു ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു രീതിയിലാണ് അവർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐ വുഡ് സേ ദാറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള യൂത്ത് ആൻഡ് ഹൂവർ ഇറ്റ് ഇസ്, അവർ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടൊന്ന് കമൻസും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. പിന്നെ നമുക്ക് ഇത് ഇതെല്ലാം കണ്ടിട്ട് വി ആർ യൂസ് ടു ഇറ്റ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, വി സീൻ എ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് പീപ്പിൾ, റൈറ്റ്? സോ നമുക്ക് അത്ര പ്രശ്നമല്ല.
പക്ഷെ നമ്മുടെ ഫാമിലി ഹൂസ് ഓൾവേസ് ബിൻ എഫ്രൈഡ് ഓഫ് നമ്മൾ ഈ ഇൻഡസ്ട്രി പോകുന്നത്. എൻ്റെ അച്ഛൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സിനിമേനെ പറ്റി പറഞ്ഞപ്പോൾ അമ്മ ഇത് നമുക്കൊന്നും പറ്റിയൊരു ഇൻഡസ്ട്രി അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ് ഫൈനലി അവർ എഗ്രി ചെയ്താ. പക്ഷെ അവർക്ക് ഇതെല്ലാം കാണുമ്പോൾ വിൽ ബി വെരി ഹേർട്ട്ഫുൾ. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ കമന്റ് വീട്ടുകാർ ആരെങ്കിലും കാണുകയോ അവരെന്തെങ്കിലും ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ശരിക്കും? ഓൾറെഡി അവർ ഇത് കണ്ടിട്ട് ആവശ്യമുണ്ടായിരുന്നു ഇതിനെല്ലാം പോണ്ടേ എന്നൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് എക്സ്പെക്റ്റഡ് ആണ്. ഇത് എല്ലാവരും പറയുന്നത് ഡോണ്ട് ഈവൻ റീഡ് ഇറ്റ്. പക്ഷെ ഞാൻ വായിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, ഉറപ്പായിട്ടും നമ്മളെ പറ്റി പറയുന്ന ഒരു കാര്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ രേഖ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വീട്ടുകാർ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് സിനിമയിലേക്ക് വന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. ഓഫ് കോഴ്സ്, കാരണം സിനിമയിലെ കാസ്റ്റിംഗ് കോച്ച് പോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് പരാമർശങ്ങൾ കേട്ടും കണ്ടും തഴമ്പിച്ച ഒരു പഴയ തലമുറയാണ് നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും. അവിടെ നമ്മൾ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ഞാനെല്ലാം നോക്കിക്കോളാം, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യാന്നുള്ളത് ഞാൻ ആക്ച്വലി പറയാതെയാണ് ഈ സിനിമ അഭിനയിച്ചത്. നോക്കൂ, കാരണം എന്നോട് അച്ഛനും അമ്മയും പറഞ്ഞു സിനിമ നമുക്ക് പറ്റിയ കാര്യമല്ല. പക്ഷേ എനിക്ക് അച്ഛനോടും അമ്മയോടും ഞാൻ തർക്കിച്ചിരുന്ന ഒരൊറ്റ പോയിന്റിലാണ്, അച്ഛനമ്മ ഞാനിപ്പോൾ IT കമ്പനി പോയി, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ പോയി വർക്ക് ചെയ്തു, നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് കാണാൻ പറ്റുമോ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണോ, ആരെന്നെ ഹറാസ് ചെയ്യുമെന്ന്. പക്ഷേ സിനിമയുടെ ഫീൽഡിൽ ഞാൻ എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നോ നിങ്ങൾക്ക് വരാം എൻ്റെ കൂടെ. വേറെ ഏതൊരു മേഖലയിലാണ് അത് പറ്റുന്നത്, അത് വേറൊരു മേഖലയിലും പറ്റത്തില്ല. ഇപ്പോൾ IT കമ്പനി എടുക്കൂ, നിങ്ങൾ ഏത് MNC കമ്പനി ഏതാണെങ്കിലും ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇതിൽ മാത്രമേ നമ്മൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഫ്രണ്ടോ മാനേജറോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഇരുത്താം. നമ്മുടെ കൂടെ അവർക്ക് എപ്പോഴും നടക്കാം അല്ലേ? വേറെ ഒരു ഫീൽഡിൽ നമുക്കത് പറ്റില്ല. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അച്ഛനും അമ്മയും അപ്പോൾ ലൈക്ക് ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ ഇനിയിപ്പം ഞങ്ങളുടെ ഈ വയസ്സിൽ ഞങ്ങൾ മുമ്പേ വന്ന് പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പകുതി ജീവിതം കഴിഞ്ഞു, ഇനി ബാക്കി പകുതി എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ എനിക്ക് വളരെയധികം ഇഷ്ടത്തോടു കൂടെ വന്നതാണ്. അപ്പം ഇങ്ങനത്തെ കമൻസ് കാണുമ്പം ഇനി എനിക്ക് ഫാമിലിയിലുള്ള ആൾക്കാരെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ അതൊന്നും വറീഡ് ആകണ്ട, ബിക്കോസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ അടുത്ത്. പക്ഷെ അവർക്ക് എന്തായാലും സങ്കടം വരും. ആൾക്കാർക്ക് ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ ഞാൻ കുറച്ച് കമന്റ്സ് വായിക്കാം. ഓക്കെ, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ആക്ച്വലി ഈ കമന്റ്സിൽ ഇപ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ടും വേദനിപ്പിച്ചാൽ നിങ്ങൾ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമന്റ്സുകൾ ഉണ്ടാവില്ലേ? എന്തിനാണ് അവർ ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല, എന്താണ് അതിൽ അവർക്ക് കിട്ടുന്ന സുഖമൊന്നും അറിയില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടോ അത്തരം കമന്റുകളോട്? ഒത്തിരി ഉണ്ട്. ചിലതൊന്നും പബ്ലിക് മീഡിയയിൽ പറയാൻ പറ്റാത്തൊരു പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവൾമാർക്ക് തുണിയൊന്നും വേണ്ടേന്ന്, നമ്മളെല്ലാം ഫുള്ളി ഡ്രസ്ഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ പണ്ടത്തെ കാലത്തെല്ലാം സേഫ്റ്റി ഒരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ കുതിരപ്പുറത്ത് ഒരാൾ വന്നിട്ട് പൊക്കിക്കൊണ്ടു, അതുകൊണ്ട് ഫുൾ മറയെ വെച്ച് ഇങ്ങനെ നടക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ഇഷ്യൂ അല്ല. ആസ് ലോങ് ആസ് നമ്മുടെ ഒരു കംഫർട്ട് ലെവലിലാണ് വി ആർ കവേർഡ്, that should be okay. അത് നമ്മുടെ ഒരു ഫ്രീഡം ആണല്ലോ. ഔട്ട്ഫിറ്റ് ഇസ് എ ഫ്രീഡം ഓഫ് എ വുമൻ. അത് മറ്റുള്ളവർ ഇപ്പം പറയുന്ന പോലെ ഇപ്പം 2 വയസ്സുള്ള ചെറിയ പെൺകുട്ടീനെയും ആൾക്കാർ നോക്കുന്നുണ്ട്, 90 വയസ്സുള്ള ആൾക്കാരെയും റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തോ ഈ ഉടുപ്പിട്ടിട്ടാണോ അതൊക്കെ നോക്കുന്നത്? സോ ഐ വുഡന്റ് അഗ്രി ടു ദാറ്റ്. പിന്നെ കുറേ ഇറ്റ്സ് ഓൾസോ ദ പെർസ്പെക്റ്റീവ് അല്ലെ. ഒരു വെസ്റ്റേൺ ഡ്രസ്സ് വേഴ്സസ് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തില്ലേ ഇപ്പോൾ ഉണ്ണിയർച്ച ടൈപ്പ് ഔട്ട്ഫിറ്റ്, അത് നമ്മുടെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതേ സ്റ്റൈലില് ഒരു വെസ്റ്റേൺ സാധനം വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്ക് മനസ്സിലാവില്ല, ബിക്കോസ് കവറേജ് സെയിം ആണ്. പക്ഷെ ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു മെന്റൽ പെർസ്പെക്റ്റീവ്. അത് ആൾക്കാരൊന്ന് മാറ്റണം. ബിക്കോസ് ഇപ്പോൾ സൊസൈറ്റി കുറെ മൂവ് ഫോർവേഡ് ചെയ്തല്ലോ, അപ്പൊ അതനുസരിച്ച് വി ഷുഡ് പ്രോഗ്രസ്. സോ അടുത്ത കമന്റ് രേഖ വായിച്ചതല്ല, ഭാഗ്യം കുറച്ച് തുണിയുണ്ട്. ശ്രദ്ധിച്ചല്ലോ ആൾക്കാർ, അത് വളരെ സന്തോഷം. കുറച്ച് തുണിയുണ്ട്. അതാ. പിന്നെ ഒന്ന് ഇതിനൊക്കെ എവിടുന്നാ പിടിച്ചുകൊണ്ടുവന്നേന്ന്. അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് കുറെ ലൈക്സും ചിരിയല്ലോ ഉണ്ട്. കൂടി അതിന് ഉത്തരവാദികളാണ് ശരിക്കും അല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ല അതിനർത്ഥം. അതാണ്. അപ്പൊ അവർക്ക് എൻകറേജ്മെന്റ് ആണ്. പിന്നെ അതെ, ഒരാള് അതിന് റിപ്ലൈ ആയിട്ട് തൃശ്ശൂർ മൃഗശാല. ഇതെല്ലാം വായിക്കുമ്പോ ഐ മീൻ ഹേർട്ട്ഫുൾ ആയിട്ടും ചിരിയാ വരുന്നത് ചിലപ്പോ. ഈ ഒരു ചിരിയും ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ. ലൈക്ക് ചിലപ്പോ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്താണ്, വഴിയിലൂടെ പോകുന്നതിനെ കുളിപ്പിച്ച് എടുത്ത് അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന്, നമ്മൾ വല്ല സാധനം വല്ലതും കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നത്. എന്തൊരു ദൈവമേ, ഇവരെയൊക്കെ അവരോട് തന്നെ ചോദിച്ചോളൂ എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മള് കഷ്ടപ്പെട്ട ഒരു സിനിമയൊക്കെ അഭിനയിച്ച് നമ്മള് വളരെ നീറ്റായിട്ട് ഇങ്ങനെ വരുമ്പം ശരിക്കും
അല്ല പിന്നെ കുറച്ച് എനിക്കൊന്ന് ഈ ഓൾസോ ഈ ഒരു ബയസ് അഗൈൻസ്റ്റ് അമേരിക്കൻസ്. നമ്മളിപ്പോൾ അമേരിക്കയിലില്ല ആൾക്കാർ. ഞാനിവിടെ കൊച്ചി ജനിച്ച് വളർന്ന ഇവിടെ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സാഹചര്യം കാരണം അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. പക്ഷേ വി ആർ മലയാളീസ് അറ്റ് ഹാർട്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ഹോളിവുഡ് സിനിമ ചെയ്യേണ്ട വരും. ഇവിടെ മലയാളം സിനിമയോടുള്ള സ്നേഹം കാരണം ഇവിടെ വന്നിട്ടൊരു സിനിമ ചെയ്തിട്ട് ഈ ഒരു അക്സെപ്റ്റൻസ് ഫസ്റ്റ് പബ്ലിക് ഇതിലാണ്. അത് ഭയങ്കര ഡിസ്ഹാർട്ടനിങ് ആണ്. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ ടാലന്റ് ഉള്ള കുട്ടികൾ, റൈറ്റ്, അവർ വെൻ ദേ ആർ ട്രൈങ് ടു കം, ദ ഫാമിലി വിൽ നോട്ട് അലൗ ഇറ്റ്. അപ്പൊ ഇവര് സ്റ്റോപ്പ് ചെയ്യുന്ന ജസ്റ്റ് നമ്മൾ മാത്രമല്ല, ഇറ്റ് ഈസ് ദ ന്യൂ ജനറേഷൻ ടു. അവരുടെ മക്കള്, യുനോ, ദ ഗുഡ് ആക്ടേഴ്സ് വർ ഗോയിങ് ടു എന്റർടൈൻ ഓൾ ഓഫ് us. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ വിചാരിച്ചോണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുമ്പം മലയാളീസ് ഒക്കെ വേ ടു അപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന പോട്ടൊന്നും അല്ല. ബിക്കോസ് ഞങ്ങൾ വളർന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഇസ് ലൈക്ക് എ ബിഗ് നോ, വേണ്ട നമ്മൾ പഠിക്കണം, അങ്ങനെ ഒരു ഇതായിരുന്നില്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബിക്കോസ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് എന്നുള്ള ഒരു ഇത് ഞങ്ങൾ അത് പ്രതീക്ഷിച്ച് വന്നപ്പം പിന്നെയും ഇങ്ങനെയുള്ള കമന്റ്സ് കേൾക്കുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ടാണല്ലോ നമുക്ക്. ഇത് മുംബൈയിലോ വേറെ എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ മലയാളീസ് അല്ലേ. ആൻഡ് അതും ഈ ഒരു ജഡ്ജ്മെന്റ് വരുന്ന ഒരു ടീസർ വിച്ച് ഇസ് 1 minute 20 seconds ആൻഡ് ഒരു വീഡിയോ ഓഫ് ഞാനും രാജലക്ഷ്മിയും അനുപേട്ടനും കൂടെ നടന്നു വരുന്ന ഒരു വീഡിയോ, ഇത് വെച്ചിട്ടാണ് ഈ ലെവലിൽ വരെ പോയിരിക്കുന്നത്. സിനിമയിലും കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല. അവിടെ എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. സ്റ്റിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തട്ടിവിടുക. അല്ല, ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിൽ ഉൾപ്പെടെ പൊതു രംഗത്ത് ചർച്ചയായ ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ ഒരു ആങ്കർ അത് വളരെ പരിതാപകരമായ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഈ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ? അത്തരം ചോദ്യങ്ങൾ ഒരിക്കലും ഇറലവൻ്റ് അല്ല, അല്ലെങ്കിൽ റെലവൻ്റ് അല്ല, അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു ആളുകളുടെ ഈ ഒരു ധാരണയുണ്ടല്ലോ, സമൂഹത്തിൽ പൊതുവിലുണ്ടായ വസ്ത്രം കുറയുന്നതനുസരിച്ച് അവൾ പോക്ക് കേസാണ് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്കും അത്തരം കമൻറ്റുകളാണ് കൂടുതലും ഞാൻ കണ്ടത്. എനിക്കത് നിങ്ങൾക്കത് എത്രത്തോളം ഹേർട്ട് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത്. നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അല്ലല്ലോ ഒരു മീഡിയയിൽ നിന്ന് പറയുന്നത്. സോ ഇത്തരം ആളുകളോട് പൊതുവിൽ അവരോട് നമ്മൾ എങ്ങനെയായിരിക്കും ഇതിപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പരിഹാരം ആൾക്കാർ തന്നെ മാറണം, യുനോ, ആൻഡ് എല്ലാവരും തമ്മിൽ സപ്പോർട്ട് ചെയ്യണം, റൈറ്റ്. ഇപ്പോൾ ഒരാൾ എഴുതുമ്പോൾ ബാക്കിയുള്ളവർ അതിന് ചിരിക്കുക, അത് എൻകറേജ് ചെയ്യുക, അങ്ങനെ ചെയ്താലേ അവർക്ക് പിന്നെയും ഇതേ ഉണ്ടാവുള്ളൂ. ഐ മീൻ എൻ്റെ ബേസിക് വിശ്വാസം ആൾക്കാർ ജെന്യുവൻലി നൈസ് പീപ്പിൾ ആണ്. പക്ഷെ മേ ബി ദേ ലോൺലി, മേ ബി അവർക്കൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ സമയം കാണും, അതുകൊണ്ടായിരിക്കും ഇതെല്ലാം. അതെ, അല്ലാതെ പിന്നെ എനിക്ക് തോന്നുന്നില്ല ശരിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു സിനിമ ഉണ്ടായത്. ഞങ്ങളൊരു കൊച്ചു ടീമാണ്. സോ ആ ടീമിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഉറക്കവും ഇല്ലാതെ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമ, അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിനെ ഇങ്ങനെ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ മതി. കാരണം കുറേ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് നമ്മുടെ സിനിമ. സോ അത് വ്യക്തിത്വമായിട്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും വെച്ച് മുമ്പേ വെച്ച് പറയുമ്പോഴും ഞങ്ങളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുക, ഇതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നൊരു കാര്യമുണ്ട്, ബോളിവുഡിലോ ഹോളിവുഡിലോ ആൾക്കാർ ചെയ്ത ഒരു പ്രശ്നമില്ല. അതേ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇവർ പോയി ഇരുന്ന് തിയേറ്ററിൽ പോയി കൈയടിച്ച് എൻജോയ് ചെയ്യുന്ന ഐറ്റം സോങ്സ് ഇരുന്ന് കാണുക, അതിന് ഡാൻസ് ചെയ്യുക. സോ ഇത് കുറച്ചൊരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത് കാരണം വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ബിക്കോസ് നമ്മൾ ദിസ് മൂവി ഈസ് എവറിത്തിങ് ഫോർ us. നമ്മൾ 3 years ഓഫ് ഹാർഡ് വർക്ക് ആണ്. So we have put our best foot forward. We know what we have done. അതുകൊണ്ട് this is not going to set us back, പക്ഷേ it is disheartening. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ പറയുന്ന ഈ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാള സിനിമയിലെ നടിമാർ മുൻപും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ അമല പോലൊരു കോളേജിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോവുകയും ആ വസ്ത്രം മോശമാണെന്നുള്ള നിലക്കും ആ വസ്ത്രത്തെ ആംഗിൾ ചെയ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നാൽ പോലും ആളുകളുടെ മനോഭാവമില്ല, ഒരു സ്ത്രീ ഇറക്കം കുറയുന്നതിനനുസരിച്ച് അവളുടെ മാനസിക നിലയിൽ അവൾ അല്ലെങ്കിൽ അത്തരം ഒരു പർട്ടിക്കുലർ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് മാറി വരണം ശരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇൻബോക്സിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം അത്തരം മെസ്സേജുകളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രൈസ് ചോദിക്കുക, ഒരു എത്രയാ വില,
ഒരു സാധനം കച്ചവടമാക്കാൻ പോകുമ്പോഴാണ് സാധാരണ വില ചോദിക്കുന്നത്. ഒരു പെണ്ണിനോട് എത്രയാ വിലയെന്ന് ചോദിക്കുന്ന തരം അധപ്പതിച്ച കമന്റ്സുകളാണ് നിങ്ങളെപ്പോലെ ന്യൂ കമേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. പെണ്ണിനെ ഇപ്പോഴും ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റൈസ് ചെയ്യുന്ന ഒരു കൈൻഡ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി വേദന തരുന്നത്. ഇപ്പോഴും എന്തിനാണ് ഈ നൂറ്റാണ്ടിലും ഇപ്പോഴും അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? അല്ലേ, നിങ്ങൾ തന്നെ പറയും. ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് ഐ മീൻ ടു മീ ദിസ് ഇസ് ലൈക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇപ്പോഴും ഒരു കമോഡിറ്റി എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങളെ കാണുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി ബാഡ്. പിന്നെ ഒത്തിരി പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ കമന്റ്സ് ഇടും. ബിക്കോസ് അവർക്ക് വീട്ടുകാരുടെ മുമ്പിൽ ഡീസെന്റ് ആയിരിക്കണല്ലോ. അതുകൊണ്ട് പബ്ലിക് ഇമേജ് കാക്കും വേണം, ഇത്തരം വൃത്തികേടുകൾ പറയും. അല്ല, ഇതൊക്കെ അറിയുന്ന ആൾക്കാർ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയൂ? ഇല്ല, വളരെ ഡീസെന്റ് ആയിരിക്കും അവർ. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചല്ലേ, ഇതിനി ട്രോളുടെ വേറെ ലെവലിൽ പോകും. കാര്യമുണ്ട്, ചെയ്തോളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ നമുക്ക് കുറച്ച് ഇത് ഫെയിം കിട്ടുവാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ് കൂടും, നമ്മളുടെ ഫോളോവേഴ്സും കൂടും. ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പക്ഷെ അവര് കേൾക്കാൻ പോകുന്നില്ല. ചെയ്യേണ്ടി വന്നാ ചെയ്തോ, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ സാധാരണക്കാരനാണ് നമ്മൾ. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കമൻസ് വായിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻസ് അടിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. അത് ഞങ്ങളുടെ ടീമിലെ ശ്യാം എപ്പോഴും പറയും, മോളെ നോക്കിയും കണ്ടുമൊക്കെ നടന്നോണം, അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതാരെങ്കിലും പറയണം. ആരെയും പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും വിമൻ വിൽ ജസ്റ്റ് ബി സൈലന്റ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടാലന്റ് വോണ്ട് കം ഔട്ട്. നമുക്ക് അതല്ലേ വേണ്ടേ? നല്ല ആക്ടേഴ്സ് സിനിമയിൽ വരണം, അവരുടെ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യണം. അതിന് വി കനോട്ട് ഹാവ് ഇങ്ങനത്തെ സ്മോൾ തിങ്സ് സ്റ്റോപ്പ് പീപ്പിൾ. അപ്പൊ വി വോണ്ട് പീപ്പിൾ ടു ബി വി വോണ്ട് ബെറ്റർ ആർട്ടിസ്റ്റ് ദാൻ us to be out there and the new generation to be out there. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ പാട്ടുകാരിയല്ല, ഞാൻ പാടിയ നല്ല ബോറാണ്. ഞാൻ അല്ല ഞാൻ പറഞ്ഞു വന്നത്, എനിക്കത് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഐ നോ എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ മോഡലിംഗ്, ആക്ടിങ്, ഇതെല്ലാം ഐ നോ ഐ ഹാവ് ഇറ്റ് ഇൻ മീ. അപ്പം ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പം അവിടെ ഇഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ഗോ അഗെയിൻസ്റ്റ് മീ ആൻഡ് സേ ബാഡ് തിങ്സ്, അതിനെപ്പറ്റി ഐ കാൻ ഡു എനിത്തിങ്. ഞാൻ ചെയ്യാനില്ല, ഞാൻ ചെയ്യും. അതെ. പിന്നെ എനിക്കിപ്പോൾ ഈ സിനിമയിൽ ആക്ട് ചെയ്തിട്ട് താങ്ക്ഫുള്ളി ഐ ഗോട്ട് ദ കേരള ക്രിറ്റിക്സ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് ഡെബ്യൂട്ടന്റ്. അത് വാസ് അനദർ ഫാക്ടർ ദാറ്റ് സെറ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മൾ ചെയ്താൽ ദർ ഇസ് സംതിങ് പ്രോമിസിങ് വെയിറ്റിംഗ് ഫോർ അസ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പാരകൾ വരുന്ന പ്രശ്നം. അപ്പം ഇതുപോലെ രാജലക്ഷ്മി, വീട്ടിൽ എന്താണ് ഇത് ഇത്തരം കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രേഖയുടെ കാര്യം പറഞ്ഞു, വീട്ടിൽ അവർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സോ വീട്ടിൽ അച്ഛനമ്മ വാസ് ലൈക്ക്, എടി മോളെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതെ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, സി അമ്മ പറയാനുള്ളവരൊക്കെ പറയുക തന്നെ ചെയ്യും. അപ്പം അവർക്ക് മേ ബി വിഷമം ഉണ്ടായിരിക്കാം, പക്ഷെ അവരൊരിക്കലും എന്നെ ലെറ്റ് ഡൗൺ ചെയ്തില്ല കേട്ടോ. ബിക്കോസ് അവർക്കറിയാം അവർക്ക് എന്താണ് അവർ പറയാനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും എന്നുള്ളത് അവർക്കറിയാം. സോ അവരെന്നെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അവർ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ദേ ആർ ജസ്റ്റ് എൻകറേജിങ് മീ, അത്രേ ഉള്ളൂ. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ രണ്ടാളും വി ഹാവ് US ഇന്ത്യൻ പാജൻസ് വിൻ ചെയ്ത ആൾക്കാരാണ്. രണ്ടാളും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ആ ഒരു കോൺഫിഡൻസ് നമ്മളുണ്ട്. ഞാനിപ്പോൾ ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ വാക്ക് ചെയ്തതാണ്. സോ വി ഹവ് ഡൺ ഇനഫ് ടു പ്രൂവ് അവർ സെൽസ്. ഇനിയിപ്പോൾ ഈ ഒരു ഫീൽഡിലും നമ്മൾ അങ്ങനെ തന്നെ വി വിൽ ട്രൈ. ചിലപ്പോൾ ദിസ് മേ ബി ആ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി, പക്ഷെ അങ്ങനെ ആയാൽ വി ഹവ് പുട്ട് അവർ ബെസ്റ്റ് ഫുട്ട് ഫോർവേഡ്. അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു അവാർഡ് സിനിമ റിലീസിന് മുമ്പേ തന്നെ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ഇവിടെ വരുന്നു. അവിടെ ഇത്തരം ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും നമുക്കത് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജമാവുക എന്നുള്ളതാണല്ലോ. നമ്മൾ അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇത്രയും നമ്മൾ പറഞ്ഞെല്ലാം നെഗറ്റീവായിരുന്നു, പക്ഷെ ഒരു 100 പേരിൽ 99 people have supported us. ഒത്തിരി ആൾക്കാർ വളരെ എൻകറേജിങ് ആയിട്ട് നമ്മളെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സൈഡും പറയണല്ലോ. നല്ല കമൻസും വന്നിട്ടുണ്ട്, നമ്മളോട് നേരിട്ട് വന്ന് സംസാരിച്ചിട്ട് വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ മൂവി ടു കം ഔട്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് ടു പീപ്പിൾ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂവി, മെയ്ഡ് ഇൻ അമേരിക്ക ബൈ എ ലോട്ട് ഓഫ് മലയാളീസ് ഹു ലവ് മലയാളം സിനിമ.
ആൻഡ് മലയാളം സിനിമ ഇസ് എൻ്റെ ഒപ്പീനിയനിൽ വേ അഹെഡ് ഓഫ് അതർ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. അപ്പം അതുകൊണ്ട് ഗിവ് us എ ഷോട്ട്, അതൊന്ന് കാണ്. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ പറയും. ഉറപ്പായിട്ടും കണ്ടിട്ട് അത്തരം വിമർശനങ്ങൾ, സ്വാഗതാർഹമായ വിമർശനങ്ങൾ നമ്മൾ സ്വീകരിക്കും. കാരണം നമ്മൾ വളർന്നു വരുന്ന ആളുകളല്ലേ. അതെ, നമുക്ക് വിമർശനങ്ങൾ ഇല്ലാതെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദാറ്റ് നമുക്ക് നമ്മൾ സാച്ചുറേറ്റ് ആയ ഒരു ലെവല്. നമുക്ക് ശരിക്കും വിമർശനങ്ങൾ വേണം, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് പറയുക, ഇപ്പോൾ കമന്റ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ കമന്റ്സിനോട് എന്തെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടോ? അതുപോലെ വേറെ കുറച്ച് കമന്റ്സും കൂടെ ഉണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്താണ്, നായികമാരാണെങ്കിൽ സ്ക്രീനിൽ മാത്രം അഭിനയിച്ചാൽ മതി, ഇവിടെ വേണ്ട. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. പ്രമോഷൻ ഒന്നും അഭിനയിക്കാനാന്ന് വിചാരിച്ചു. ഇത് മറ്റേ കോമൺ ഫീൽഡിൽ വന്ന കാര്യമാണ് വായിക്കുന്നത്. ഞാൻ ഒന്ന് പറയട്ടെ, ഇന്ന് രാത്രി കിട്ടുമോ, ഞാനും ഒന്ന് സിനിമ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. ഇങ്ങനെയെല്ലാം എനിക്കറിയില്ല എന്താ പറയുന്നത്. എന്ത് കിട്ടുമെന്ന് അവർക്ക് അറിയണ്ടല്ലേ, എന്താ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, എന്താണ് വേണ്ടത് നിങ്ങൾക്ക് അതോടെ പറഞ്ഞിരുന്നെങ്കിൽ. ഇവിടെ നോക്ക്, സിനിമയിൽ അഭിനയിക്കാൻ നീയൊക്കെ എന്തും ചെയ്യും, നമ്മൾ പണിയെടുക്കും, നല്ലപോലെ പണിയെടുക്കും, അതാണ് ചെയ്യാറ്. ഈ പറയുന്ന ആള് ചിലപ്പോൾ വല്ല സോഫയിലെ കാലും നീട്ടിയിരുന്ന് ഇങ്ങനെ റിമോട്ട് അമർത്തുമായിരിക്കും, അത്രേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇതിലില്ല കഷ്ടപ്പാട് അവർ അറിയാണ്ട് ഇതെല്ലാം പറയുന്നത്. ഫോൺ നമ്പർ തന്നാൽ ഞാൻ വിളിക്കാം, അത് കുഴപ്പമില്ല. ചിലര് നമ്പറും തരും, കോണ്ടാക്ട് മീ പറഞ്ഞിട്ട്, സർവീസസ് അവൈലബിൾ പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറെ പേര് ആ ലെവലും പോകും. എൻ്റെ സ്വപ്നം നിന്നെ, ബാക്കി ഞാൻ പറയണില്ല. അങ്ങനത്തെ കുറച്ച് കമന്റ്സ് പറയേണ്ട സാധനമായിരിക്കും. അതെ, ചേച്ചിയുടെ വട സൂപ്പർ, നന്നായി. ഞാൻ ബാക്കി വായിക്കണില്ല കേട്ടോ. ഡാഷ് 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 ഡാൻസ് കളിക്കും മോളെ. പിന്നെ ഒരു ഉമ്മ തരുമോ ചേച്ചി? ദത്തെടുക്കുമോ? എന്തിനാ ചോദിക്കണല്ലോ. അതെ, ദത്തെടുത്തിട്ട് എന്തോ എന്തിനാ ദത്തെടുത്തിട്ട്? കുഞ്ഞിക്കൊച്ചാണോ അത്? വാവയാണോ? കുഞ്ഞിക്കൊച്ചാണോ? അതൊക്കെ അറിയില്ല. ധർമ്മജൻ ഒരു സിനിമ പറയുന്നുണ്ടല്ലേ, ഒരു പ്രൊഡ്യൂസറെ മറ്റേ കാണാൻ പോയിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും ധർമ്മജൻ. എന്നിട്ട് പതുക്കെ ചെന്ന് പറയും, എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാണ്. ചേട്ടൻ ഫോൺ നമ്പർ വേണോ? ഇതൊക്കെയാണ് കുറച്ച് കമന്റ്സ്. ബാക്കിയൊന്നും കുറെ ഒന്നും വായിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടൊന്നും വായിക്കണില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇതായിട്ടല്ല വേറെ ഒന്ന് വന്നത്, കുറച്ച് ഒരു മിനിറ്റ്, ഒരു റീലിൽ വന്ന സംഭവം ഇത്. ഐ വാസ് ഷോക്ക്ഡ് ബിക്കോസ് ഈ ഒരു ലെവൽ പേഴ്സണലായിട്ട് അവർ പോകുന്നത്. നിങ്ങൾക്ക് മക്കളുണ്ടോ, നിങ്ങൾ സിസേറിയൻ ആയിരുന്നോ അതോ ഓപ്പറേഷൻ ആയിരുന്നോ ഡെലിവറി സമയത്ത്, വയറിലൊരു പാട് കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അറിയാണ്ട് വയറൊന്ന് കത്തിപ്പോയി, ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിലൊന്ന് കത്തിപ്പോയി, ചെറിയൊരു മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണണമെങ്കിൽ അതും ആ ഒരു ഡിസ്റ്റൻസ്, ഇത് വൈഡ് ആംഗിളാണ് ഞാൻ ഈ റീലെടുത്തത്. സാരി കൊടുത്തിട്ട് ആ വയറിൻ്റെ ഒരു പാട് ഒരു 2 സെക്കൻഡ് ചിലപ്പോൾ കണ്ടു കാണും. എത്ര സൂം ചെയ്ത് എത്ര റീപ്ലേ ചെയ്തെന്ന് എനിക്കറിയില്ല. ആ പർട്ടിക്കുലർ റീൽ ഒരു 3.4 മില്യൺ വ്യൂസ് വരെ പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയ അതിനാണ്. പക്ഷെ ഈ ഒരു ലെവലിൽ അവർ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കമന്റ് എല്ലാം എഴുതണമെങ്കിൽ എന്തോരം അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ചെസ് സിനിമയിൽ സെലിംകുമാർ പറയുന്ന ഡയലോഗുണ്ട്, ആ വയറിന്റെ ഭാഗത്ത് ഇന്ന മറുകുള്ളൊരു ചേച്ചിയല്ലേ എന്ന് പറയുന്നതാണ് കാണുന്നത്. ആ സംഭവമാണ് ഇവിടെയും. ചേട്ടൻ അത് എത്ര സുന്ദരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ഒക്കെ കാണിച്ചിരുന്നെങ്കിലും എന്നേ നന്നായി പോയി. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പരിപാടി അല്ലേ. ചില കമന്റ്സ് ഒക്കെ കുഴപ്പമില്ല, ചിലതൊക്കെ അല്ലേ നമുക്ക് വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുണ്ട് കേട്ടോ. കുറെ കമന്റ്സ് വളരെ നന്നായിട്ട്, അതെ, ഇതൊരു പർട്ടിക്കുലർ അജണ്ട ബേസ് ചെയ്ത് ലൈംഗിക ചുവയോടെ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറെ ആൾക്കാർ ഓൾ ദി വെരി ബെസ്റ്റ്, ഇങ്ങോട്ടേക്ക് സ്വാഗതം, അങ്ങനെ കുറെ കമന്റ്സും ഉണ്ട് കേട്ടോ. സോ അത് പറയാതിരിക്കാൻ പറ്റും. അങ്ങനെ നല്ല കമന്റ്സ് പറഞ്ഞു എല്ലാവർക്കും താങ്ക്സ്, അതും പറയണം.
അതെ, വളരെ ചെറിയ ന്യൂനപക്ഷം ആളുകളാണ് ഇത് സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും നമ്മൾ അതായിരിക്കും ശ്രദ്ധിക്കുക, നമുക്ക് അതായിരിക്കും വേദന ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. മേ ബി കുറച്ചധികം ഇനി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മളതങ്ങ് ഒഴിവാക്കുമായിരിക്കാം. ഫസ്റ്റ് സിനിമയൊക്കെ ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഇത് നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്നതിനപ്പുറം ഇത് പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥയും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമില്ലേ, അവർ സംസാരിക്കാൻ ശ്രമിക്കുന്ന, അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആശയം വളരെ ഡേഞ്ചറാണ്. അതുകൂടിയാണ് നമ്മൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രേഖയെ പറ്റിയോ അല്ലെങ്കിൽ രാജലക്ഷ്മിയെ പറ്റിയോ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു പറ്റം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം എന്താ പറയാ പെൺ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഒരു മെസ്സേജ് കൂടിയാണ്. പിന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ കമന്റ്സ്, റൈറ്റ്? ഇറ്റ്സ് ഓൾസോ ബോഡി ഷേമിങ്. ഇപ്പോൾ അതിപ്പോൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാവുന്ന ഒരു ലൈസൻസ് ആയതുകൊണ്ട് ലൈക്ക് യു ആർ നെവർ പെർഫെക്റ്റ്. സോ ഭയങ്കര ഞാൻ പണ്ട് കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു. ആ സമയം ആൾക്കാർ വല്ലാണ്ട് ട്രോൾ ചെയ്ത് വല്ലാണ്ട് ഹേർട്ട്. ആൻഡ് അപ്പോൾ ഐ വാസ് വെരി മെച്ചുവർ. ഒരു കുട്ടിയായിട്ട് എൻ്റെ തന്നെ ഇൻസെക്യൂരിറ്റീസ് കൂടെ പോയിട്ട് ഒരു സെക്യൂർ ആയ ആളാണ് ഞാൻ. സോ ഐ അണ്ടർസ്റ്റാൻഡ് വെൻ പീപ്പിൾ ബോഡി ഷെയിം, വെദർ ഇറ്റ് ഇസ് മെലിഞ്ഞിട്ടാണ്, ഷോർട്ടാണ്, തടിച്ചിട്ടാണ്, എന്താണെങ്കിലും എന്തിന്? ലൈക്ക് വി ആർ ഓൾ ബോൺ എ സർട്ടൺ വേ. ജസ്റ്റ് അക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദേ ആർ. അവരുടെ ടാലൻറ്റ് കാണുക. അല്ലെങ്കിൽ പറയുന്ന പോലെ ഒന്നും നല്ലത് പറയാനില്ലെങ്കിൽ ഒന്നും പറയരുത്. സോ ബോഡി ഷേമിങ് പ്ലസ് യുനോ ഈ മാതിരി കമൻറ്റ്സ്, എവറിത്തിങ് it just takes you away from wanting to get into this field. Embrace the way that we are, everybody, ആരൊക്കെ ആണെങ്കിലും. So that's it. ഓക്കെ, എന്തായാലും അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, ചെക്ക്മേറ്റിനെ പറ്റി അറിയാൻ പറ്റി, അതിൻ്റെ റിലീസിനെ പറ്റി അറിയാൻ പറ്റി. സോ എന്താണ് ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? നമ്മളിന്ന് ഒത്തിരി പറഞ്ഞു. ഇത് കുറേയെല്ലാം വിഷമം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ രാജീവ് ഞാനും ഡിസ്കസ് ചെയ്തു. വി സെഡ് വി ഹാവ് ടു ടേക്ക് എ സ്റ്റാൻസ് ഓൺ ദിസ്. നമ്മൾ സ്പീക്കപ്പ് ചെയ്യണം. സ്പീക്കപ്പ് ചെയ്യുമ്പോൾ വി നോ ഇതിന് പിന്നാലെ വരാൻ പോകുന്ന കമന്റ്സ് വേറെ ലെവലായിരിക്കും. അത് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ്. നമുക്കറിയാം ഇത് ഇത്രയും പറഞ്ഞാലും വിഷമം കൊണ്ട് പറഞ്ഞാണ്. ഒരു ചെറിയ വിഷമം ഇപ്പോഴും ഉണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച് വന്നതാണ്. മലയാളി ഓഡിയൻസ് വളരെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ വലിയ സിനിമാക്കാരോ ഒന്നുമല്ല, ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ വന്നവരാണ്. സോ അതുകൊണ്ട് അത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി, സാധാരണ 2 പെൺകുട്ടികൾ, ദാറ്റ്സ് ഇറ്റ്. അവിടെ ഞാൻ ഒരു ബാങ്കിൽ ജോലിയാണ്. റീക്ക ഷി വർക്ക്സ് ഇൻ അപ്പോൾ ഞങ്ങൾ അവിടെ സാധാരണ, ഇവിടെ നിങ്ങൾ മലയാളീസ് നിങ്ങളൊക്കെ ജീവിക്കുന്ന പോലെ അവിടെ വളരെ സാധാരണമായിട്ടുള്ളൊരു ജീവിതമാണ്. സോ ഞങ്ങൾ വളരെ സ്വപ്നം കൊണ്ട് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുമ്പം യു ആർ സീയിങ് ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പം കുറച്ച് വിഷമമുണ്ട്. ബട്ട് ഇതൊക്കെ പറഞ്ഞാലും ഇനി ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ എന്തൊക്കെ കമൻസ് വരാൻ പോകുമെന്ന് എനിക്കറിയില്ല. സോ അതെ, ഒരു ജാടയൊന്നും കൊണ്ട് പറയാനില്ല. ഒരു ജാട. We need an acceptance. We need an acceptance. We want the future generation to have an acceptance. Anyone with talent, they should be able to come forward. That is our hope. We want to inspire other women to stand up for themselves. And that's why we are here today. Okay. എന്തായാലും ഒരുപാട് സന്തോഷം. Thank you so much. Thank you so much.